ബോസ് മലയാളം സീസൺ 7-ൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ മത്സരാർത്ഥിയാണ് ലക്ഷ്മി. ഹൗസിലെത്തി 2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ലക്ഷ്മി വിവാദ നായികയായി മാറുകയായിരുന്നു. ആദിലയും നൂറയും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് ലക്ഷ്മി പറഞ്ഞത് വലിയ തോതിലാണ് വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയത്. എന്നാൽ ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞതോടെ ലക്ഷ്മിയുടെ പിന്തുണ വർദ്ധിച്ചു. മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളായ ശോഭ വിശ്വനാഥ്, ഷിയാസ് കരീം, റിയാസ് സലീം എന്നിവർ അതിഥികളായി എത്തിയപ്പോൾ ഇവരെല്ലാം ലക്ഷ്യം വെച്ചതും ലക്ഷ്മിയെ തന്നെയായിരുന്നു. എന്നാൽ അവരോടെല്ലാം ഒറ്റയ്ക്ക് തന്നെ പൊരുതി നിന്നു ലക്ഷ്മി. പ്രത്യേകിച്ച് റിയാസ് സലീമുമായി നടന്ന വാക്പോര് ശ്രദ്ധേയമായിരുന്നു. പലകുറി റിയാസ് ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ലക്ഷ്മി കൃത്യമായ ഉത്തരങ്ങൾ നൽകി. അപ്പോൾ പോലും താൻ പറഞ്ഞതിൽ നിന്ന് അണുവിട മാറാൻ അവർ തയ്യാറായില്ല. റിയാസിന് ലക്ഷ്മി കൊടുത്ത ഓരോ മറുപടിയും പ്രേക്ഷകർക്കിടയിൽ ഹിറ്റായി മാറിയിരിക്കുകയാണ്. തഗ് ഡയലോഗാണ് ലക്ഷ്മി റിയാസിന് മറുപടിയായി നൽകിയത്. തന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡിനെ കുറിച്ച് റിയാസ് പറയുമ്പോൾ ഐ ഡോണ്ട് കെയർ വാട്ട് യു വെയർ എന്നാണ് ലക്ഷ്മി മറുപടി നൽകിയത്. ഈ ഡയലോഗിന് വൻ സ്വീകാര്യതയാണ് പ്രേക്ഷകർക്കിടയിൽ ലഭിച്ചത്. ഇതിനു മുമ്പ് ശോഭ വന്നപ്പോഴും ലക്ഷ്മിക്കെതിരെയാണ് നീങ്ങിയത്. ലക്ഷ്മി അടുത്തു വരുമ്പോൾ മണക്കുന്നു, ഓക്കാനം വരുന്നു എന്നു പറഞ്ഞ് കുളിക്കാൻ വിടുക, ലക്ഷ്മിയെ കൊണ്ട് തറയിലുള്ള ഛർദി തുടപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ശോഭ ചെയ്യിപ്പിച്ചത്. പക്ഷേ അതെല്ലാം പ്രേക്ഷകർക്കിടയിൽ ലക്ഷ്മിക്ക് പോസിറ്റീവ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വോട്ടിങ്ങിൽ പോലും ലക്ഷ്മി ഇപ്പോൾ മുന്നേറുകയാണ്. 30,000-നടുത്ത് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ലക്ഷ്മിക്ക് ഇപ്പോൾ 89,000-ലധികം ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ. നിലവിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന അനുവിൻ്റെയും അനീഷിൻ്റെയും വോട്ടുകൾ കുറേയും ലക്ഷ്മി കൊണ്ടുപോവുകയാണെന്നാണ് പ്രേക്ഷകരും പറയുന്നത്. എന്നാൽ ലക്ഷ്മി ഒരു ഫേക്ക് കുലസ്ത്രീയാണെന്നാണ് ശോഭ പറയുന്നത്. 2018-ൽ LGBTQ-നെ അനുകൂലിച്ച് പോസ്റ്റിട്ട ആളാണ് ലക്ഷ്മിയെന്നും ഇപ്പോൾ കാണിക്കുന്നത് ഫേക്ക് ഗെയിമാണെന്നും ശോഭ പറയുന്നു. ഹൗസിൽ നിന്ന് പുറത്തുപോയ പ്രവീണും സമാന അഭിപ്രായമാണ് പങ്കുവച്ചത്. അഖിൽ മാരാർ, സെറീന, അഭിഷേക് എന്നിവർ ഹൗസിലെത്തിയ ശേഷം തനിക്ക് ഗെയിം മാറ്റാൻ സമയമായെന്നും ക്ലൂ കിട്ടിയെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നുവെന്നും ആരാണ് ക്ലൂ തന്നത് എന്ന് ചോദിച്ചപ്പോൾ കോഡ് ഭാഷയിലൂടെ അഭിഷേക് ആണെന്ന് ലക്ഷ്മി പറഞ്ഞതായും പ്രവീൺ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ലക്ഷ്മിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഒലീനെതിരെ ഉണ്ടായ ആരോപണങ്ങൾക്ക് പിന്നാലെ ആദിലയ്ക്കും നൂറയ്ക്കുമെതിരെ ലക്ഷ്മി നിൽക്കുകയും ആ ആഴ്ചയിലെ 2 പ്രധാന ചർച്ചാ വിഷയം ഉണ്ടാക്കുകയും ചെയ്തു. പിന്നാലെ ലക്ഷ്മിക്ക് വലിയ വിമർശനങ്ങൾ വീടിനകത്തും പുറത്തും ഉയരുകയും ചെയ്തിട്ടുണ്ട്. അടുത്തു തന്നെ വോട്ട് കുറഞ്ഞ് ലക്ഷ്മി പുറത്താകും എന്ന കണക്ക് കൂട്ടലുകൾ സംഭവിച്ചപ്പോഴാണ് ഹോട്ടൽ ടാസ്കിലൂടെ ലക്ഷ്മിയുടെ ജനപ്രീതി ഏറുന്നത്. റിയാസ് വരുന്നതോടെ ലക്ഷ്മി കൂടുതൽ സമ്മർദ്ദത്തിലാകും എന്ന് വിലയിരുത്തിയവരെ പോലും ഞെട്ടിച്ച് താൻ ഒരു പവർഫുൾ ലേഡിയാണെന്ന് ലക്ഷ്മി കാട്ടുകയായിരുന്നു. എങ്കിലും ലക്ഷ്മി നടത്തിയ പരാമർശങ്ങളും ആരോപണങ്ങളും വിമർശനം അർഹിക്കുന്നത് തന്നെയാണ്. ആദിലയും നൂറയും തമ്മിലുള്ള ബന്ധത്തെ നോർമലൈസ് ചെയ്യുന്നതിനോട് എതിർപ്പുണ്ടെന്നാണ് ലക്ഷ്മി പറയുന്നത്. അതേ ലക്ഷ്മി അത് മറ്റുള്ളവരെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നുകൂടി വ്യക്തമാക്കണമായിരുന്നു. താൻ കണ്ടിട്ടില്ലാത്തൊരു കാര്യം ആരോപണമായി ഉന്നയിച്ച് ഒരാളെ വ്യക്തിഹത്യ ചെയ്തതും ലക്ഷ്മിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റ് തന്നെയാണ്. ആർക്കിടെക്റ്റും മാർക്കറ്റിംഗ് വിദഗ്ധയുമായ വേദലക്ഷ്മി നിലവിൽ ഒരു മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുമുണ്ട്. മുൻ ബിഗ് ബോസ് മലയാളം വിന്നറായ അഖിൽ മാരാർ നായകനായി എത്തിയ മിഡ്നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി എന്ന ചിത്രത്തിലാണ് ലക്ഷ്മി അഭിനയിച്ചിരിക്കുന്നത്.